ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ഇന്ന് അതിൻ്റെ സമാപനത്തിലാണ് നമ്മൾ വന്നു നിൽക്കുക. ഈ ശുശ്രൂഷ കാണുന്നവരും കേൾക്കുന്നവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമാപന ദിവസത്തിൽ ഈ ക്രിസ്മസിനോടനുബന്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്താണ് നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന വലിയ ഒരു ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വശത്ത് വലിയ സമൃദ്ധിയിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുന്ന മനുഷ്യർ, എല്ലാം ഉണ്ട്, എല്ലാത്തിൻ്റെയും നടുവിൽ ഇങ്ങനെ ആഹ്ലാദിച്ച് ജീവിക്കുന്ന മനുഷ്യർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, മറുവശത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ 2020 ഡിസംബറിലെ ഈ ക്രിസ്മസ് ഒരു ഭവനമില്ലാതെ വേദനിക്കുന്ന, നൊമ്പരപ്പെടുന്ന സഹോദരൻ്റെ അവസ്ഥയിലേക്ക് ഒന്ന് കണ്ണോടിക്കാൻ ഈ ക്രിസ്മസ് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുക. പ്രിയപ്പെട്ടവരെ, രോഗങ്ങളാൽ, രോഗപീഠകളാൽ ആസ്പത്രികളിലും ഭവനങ്ങളിലും കഴിയുന്ന അനേകർ മറുവശത്ത് വേദനിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരർത്ഥമില്ലാതെ എന്തിനാ അങ്ങനെ ജീവിക്കുന്നേ, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, എന്താ ഞാൻ ചെയ്യുന്നത്, ഇപ്രകാരമുള്ളൊരവസ്ഥയിൽ ശൂന്യതയിൽ ജീവിതം തള്ളി നീക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. പലതരത്തിലുള്ള പാപത്തിൻ്റെ, തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ വൈറസിൻ്റെ ഈ കാലഘട്ടം കടബാധ്യതയിൽ വന്ന് സാമ്പത്തിക തകർച്ചയിൽപ്പെട്ട് ബിസിനസ് നിർത്തിക്കളഞ്ഞവർ, ബിസിനസ് നിന്നുപോയ അവസ്ഥയിൽ കഴിയുന്നവർ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദാഹിക്കുന്ന, ഭക്ഷണത്തിന് വേണ്ടി കൊതിക്കുന്നവർ, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ട, ഇപ്രകാരമുള്ള അവസ്ഥയിൽ കഴിയുന്ന ദൈവമക്കളെ, ഈ ക്രിസ്മസ് ഇന്നേ ദിവസം കർത്താവ് നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 26-27 തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ നമ്മളെപ്പോലെ ജെറമിയ ദൈവത്തോട് പരാതിപ്പെട്ട്, പരിഭവപ്പെട്ട്, പരാതി പറഞ്ഞിരിക്കുന്ന സമയം, മനസ്സൊക്കെ ഭാരപ്പെട്ട് ജെറമിയ ദൈവത്തോട് ചോദ്യം ചോദിച്ചിരിക്കുന്ന സമയത്താ 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ജെറമിയായോട് പറയാണ്, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇനി ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, നാളത്തെ ദിനം എങ്ങനെ ചെലവഴിക്കും, എങ്ങനെ ഇനി ജീവിതം നയിക്കാൻ പറ്റും? പലവിധത്തിൽ ഭാരപ്പെട്ട് എല്ലാ വാതിലുകളും അടയപ്പെട്ടൊരവസ്ഥയിൽ, എല്ലാം തീർന്നുപോയി എന്നുള്ള ശൂന്യതയിൽ വേദനിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ജെറമിയായോട് പറഞ്ഞ കർത്താവ്
നിന്നോടും എന്നോടും പറയുന്നൊരു കാര്യം, ഞാൻ സകല മർത്യരുടെയും ദൈവമാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജെറമിയ പ്രവാചകന്റെ മുൻപിൽ, ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ജെറമിയ കംപ്ലീറ്റായിട്ട് പരിപൂർണമായ സമർപ്പണം നടത്തുന്ന ഭാഗം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനം നമുക്കറിയാം. അതിൻ്റെ പശ്ചാത്തലമെല്ലാം ദൈവമായ കർത്താവ് അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്തു. അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, എൻ്റെ ഭാര്യ വൃദ്ധയായി, കുഞ്ഞുങ്ങളില്ലാത്തതിൽ വേദനയോടെ നിന്ന് അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കേ, അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും. കടത്തീരത്തെ മണൽത്തരികൾ നിനക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും. പ്രിയപ്പെട്ടവരെ, അബ്രാഹാം ദൈവത്തിൻ്റെ ആ വലിയ വാക്കുകൾ സ്വീകരിച്ചു, ഉൾക്കൊണ്ടു, അത് ഏറ്റെടുത്തു അവൻ. ഇവിടെയാണ് ഇതെല്ലാം സ്വീകരിച്ചിരിക്കുന്ന സമയം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ സാറ ചിരിച്ചു. ഇനി എങ്ങനെയാ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്നേ? ദൈവമായ കർത്താവ് അബ്രാഹത്തോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് സാറ ചിരിച്ചത്? എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ദൈവത്തിൻ്റെ ഈ വചനം ഇന്നും ജീവിക്കുന്ന വചനമാണ്. ജീവിതം വഴിമുട്ടിപ്പോയി നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയാ, അബ്രാഹത്തോട് പറഞ്ഞത്, ജെറമിയായോട് പറഞ്ഞത്, പ്രവാചകന്മാരോട് പറഞ്ഞത്, ഇന്ന് നിന്നോടും എന്നോടുമാണ് പറയുന്നത്. ഹൃദയം തുറക്കണം, സ്വീകരിക്കണം, മടുത്തിരിക്കാതെ സാത്താൻ്റെ വലയത്തിൽപ്പെട്ട് എല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞ് ചടഞ്ഞിരിക്കാതെ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഈ ക്രിസ്മസ് അതിനാണ് നിന്നെ വിളിക്കുന്നത്. ലൂക്കാസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 18-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ശക്തമായിട്ട് പറഞ്ഞു വയ്ക്കുക, മനുഷ്യർക്ക് എല്ലാം അസാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, എല്ലാം ജീവിതത്തിൽ തീർന്നുപോയി, ഇനി ഒരിക്കലും ഞാൻ ഉയരില്ല, ഇനി ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 37-ാമത്തെ തിരുവചനത്തിൽ കർത്താവിൻ്റെ വചനത്തിൽ ശക്തമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. അത്ഭുതം ചെയ്യാൻ ദൈവം കാത്തു നിൽക്കാൻ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ടോ ദൈവത്തിന് വരാനായിട്ട്? കർത്താവ് ഇടം തേടി നടക്ക. പ്രിയപ്പെട്ട മക്കളെ, ഹൃദയങ്ങൾ തുറന്ന്, കുടുംബങ്ങള് വാതിലുകൾ തുറന്ന് യേശു ജനിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ. യേശു വീണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് വസിക്കട്ടെ, നമ്മുടെ സന്യാസ ഭവനങ്ങളിൽ വന്ന് വസിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ, വ്യാപാരങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ, പഠന മേഖലകളിൽ, ജോലി മേഖലകളിലേക്ക് കർത്താവ് വന്ന് വസിക്കാൻ, അവിടെ ജനിക്കാൻ ഈശോ ആഗ്രഹിക്കുക. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ
21-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ പശ്ചാത്തലം വളരെ ശക്തമായ ഒന്നല്ലേ? നമുക്കറിയാം, ഇസ്രായേൽ ജനം, പ്രിയപ്പെട്ടവരെ, ചെങ്കടലിൻ്റെ മുൻപിൽ വന്നു നിൽക്കുക. അവര് ഭയചകിതരാണ്. അവര് എല്ലാം തീർന്നുപോയി എന്നുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. കാരണം അവർക്ക് പുറകിലായി അവരെ ആക്രമിക്കുവാൻ, അവരെ കീഴടക്കാൻ ഇതാ ഫറവോയുടെ സൈന്യം ഇരച്ചു വരികയാ. എല്ലാം തീർന്നല്ലോ എന്ന് ഉള്ളൊരുകി ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചിട്ടുണ്ടായിരിക്കും. വിളിച്ചു, പ്രിയപ്പെട്ടവരെ. അപ്പോഴല്ലേ കർത്താവിൻ്റെ പ്രവാചകൻ മോശ ചെങ്കടലിൻ്റെ മേൽ മോശ കരമുയർത്തി. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഇതിഹാസമല്ലല്ലോ, ഇത് ഊഹാപോഹങ്ങളല്ലല്ലോ. സത്യമായ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, മോശ കരമുയർത്തിയപ്പോൾ ചെങ്കടല്, പ്രിയപ്പെട്ടവരെ, കരയായിട്ട് മാറി. അവർക്ക് ചെങ്കടല് കടക്കുവാൻ തക്ക വിധത്തിൽ അവര് നടന്നു നീങ്ങുമ്പോൾ അവർക്ക് ചുറ്റും അവരുടെ രണ്ട് സൈഡിലായിട്ട് മതില് പോലെ വെള്ളം ഉയർന്നു നിന്നു എന്നല്ലേ വചനം പറയുന്നത്? സത്യമല്ലേ വചനം? കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി. ഇസ്രായേൽ ജനം മുഴുവനും അക്കരെ കടന്നു. ഇതാ ഫറവോയുടെ സൈന്യം കരയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം മുഴുവൻ അക്കരയ്ക്ക് എത്തി രക്ഷപ്പെട്ടു. ഇതാ കരയായി മാറിയ ചെങ്കടല് വീണ്ടും ചെങ്കടലായി മാറി വെള്ളത്തിൽ അമർന്ന് ഇല്ലാതാകുന്ന ഫറവോയുടെ സൈന്യം. ദൈവത്തിൻ്റെ ശക്തി നോക്കിക്കേ. നമ്മുടെ ദൈവം ശക്തിയുടെ ദൈവമാ. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ആ ദൈവത്തെ കണ്ടെത്താൻ ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കണം. ഈ ക്രിസ്മസ് നമ്മളെ സഹായിക്കണം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയാണോ? ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. നാളുകളായി കടബാധ്യതയുടെ ഭാരം പേറി നടക്കുന്ന അവസ്ഥ. കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ മകൻ്റെ മകളുടെ വിവാഹം നടക്കാത്ത അവസ്ഥ, മക്കളില്ലാത്തൊരവസ്ഥ. എൻ്റെ മകൻ്റെ ജീവിതത്തെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, മക്കളുടെ ജീവിതത്തെ കണ്ട് ഓരോ ദിനവും വേദനയോടെ തള്ളി നീക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ ജീവിതം. യുവത്വത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ലഹരി വസ്തുക്കൾക്കും തെറ്റായ ബന്ധങ്ങൾക്കും തെറ്റായ വിശ്വാസ മേഖലകളിലേക്ക് പോയി തകർന്ന അവസ്ഥയിലുള്ള ഒരു മേഖല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിപ്പോൾ ആരാധനയിലേക്ക് പ്രവേശിക്കാം.